എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ആ ഒരു 1ാമത്തെ ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മുഴുവൻ ചാപ്റ്ററുകളും നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പ്ലേലിസ്റ്റ് ഭാഗത്ത് പോയാൽ 11 ചാപ്റ്ററുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു യൂണിറ്റ് 5ാം ക്ലാസ്സിൽ മൊത്തമായിട്ടും 10 യൂണിറ്റുകളാണ് ബേസിക് സയൻസിനുള്ളത്. ആ 10 യൂണിറ്റുകളും നമ്മൾ 10 വീഡിയോയിലൂടെ ചർച്ച ചെയ്യും. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, മറ്റു കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ആ ഒരു പ്രവർത്തനത്തിന്റെ പേര്? ആ ഒരു പ്രവർത്തനത്തിന്റെ പേര് പ്രകാശ സംശ്ലേഷണം എന്നാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്ന പ്രവർത്തനത്തെ നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയാ. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകൾ. സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയപ്പെടുന്നത് ഇലകളാണ്. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകൾ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തുവാണ് ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ഹരിതകം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഈ ഒരു പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ചാണ്. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇലകളിൽ വെച്ച്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഈ ഒരു പ്രകാശ സംശ്ലേഷണം എന്ന പ്രവർത്തനം സസ്യങ്ങളിൽ നടന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ ആഹാരം നിർമ്മാണ സമയത്ത് പുറത്തുവിടുന്ന വാതകവും ഓക്സിജനാണ്. ഇപ്പൊ സസ്യങ്ങൾ ആഹാര നിർമ്മാണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും നമുക്ക് എന്തു പറയാം? ഈ ഒരു ഓക്സിജൻ എന്ന് പറയാം. അതേപോലെ തന്നെ പകൽ സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകവും ഓക്സിജൻ ആണ് എന്ന് പറയാം. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോ സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് ചോദ്യപേപ്പർ കണ്ടാൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ വെക്കുക. എന്തൊക്കെ ആയാലും എല്ലാവരും ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ് എന്നുള്ളത് മറക്കാതിരിക്കുക. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് ഏതു രൂപത്തിൽ മാറ്റപ്പെടുന്നു? അന്നജം. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് ഏതു രൂപത്തിൽ മാറ്റപ്പെടുന്നു? അന്നജമായിട്ട്. അപ്പൊ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഒരു ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അന്നജമായിട്ട് മാറ്റപ്പെടും. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഹരിതകം. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് എന്ന് ചോദിച്ചാല് ഹരിതകമാണ്. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ എന്നാണ്. സസ്യങ്ങള് മറ്റാരുടെയും ആശ്രയമില്ലാതെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ സ്വന്തമായി ആഹാര നിർമ്മാണം നടത്തുന്നത് കൊണ്ട് സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇലയുടെ
ഉപരിവൃത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ആസ്യാരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്നാണ്. ആസ്യാരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്നാണ്. ഇവിടെ ആസ്യാരന്ധ്രമല്ല കേട്ടോ, ആസ്യാരന്ധ്രമാണ്. അതവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ആസ്യാരന്ധ്രം, ആസ്യാരന്ധ്രം, ആസ്യാരന്ധ്രങ്ങൾ വഴി. അപ്പൊ നമുക്ക് ചെടികൾക്ക് ആവശ്യമായ പോഷണം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് മണ്ണിൽ നിന്നാണ്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം പ്രധാനമായിട്ടും ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് മണ്ണിൽ നിന്നാണ്. സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും വായു ലഭിക്കുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സസ്യങ്ങൾക്കും ശ്വസിക്കാനായിട്ട് വായു ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തില് വായു ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലയുടെ ഉപരിവൃത്തിയിൽ ഒരുപാട് സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ സുഷിരങ്ങളിൽ കൂടെയാണ് നമ്മുടെ സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്നും വായു ലഭിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഏതു വഴിയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു വായു ലഭിക്കുന്നത് ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. അതേപോലെ തന്നെ സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഏതു വഴിയാണെന്ന് ചോദിച്ചാലും ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഏതു വഴിയാണ് എന്ന് ചോദിച്ചാൽ ആസ്യാരന്ധ്രങ്ങൾ വഴി. അതേപോലെ തന്നെ സസ്യങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള വായു ലഭിക്കുന്നത് ഇതിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അതും എന്താണ്? ആസ്യാരന്ധ്രം തന്നെ വഴിയാണ്. ഇനി അടുത്ത 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേരള PSC 10th പ്രിലിംസിലൊക്കെ നിരന്തരം കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ഇതൊക്കെ 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് തന്നെ സംശയം വരുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് നിറങ്ങൾ, അതിന് കാരണമായിട്ടുള്ള വർണ്ണകം എന്താണ് എന്നുള്ളതാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ചോദ്യങ്ങൾ നോക്കാം. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന മഞ്ഞ നിറത്തെ കുറിച്ചാണ്. ഇലകൾക്കും പൂക്കൾക്കും ഫലങ്ങൾക്കും മഞ്ഞ നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏതാണ് എന്ന് ചോദിച്ചാൽ സാന്തോഫില്ലാണ്. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ. അപ്പൊ ഞാനിവിടെ മഞ്ഞ വെച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, സാന്തോഫില് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ഞ വെച്ചാണ് എന്നുള്ളത് ഓർത്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണകം സാന്തോഫില്. ഇനി ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള, അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് എന്ത് ചെയ്യാം, ഒരു ചേഞ്ചിന് ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്യാം. ചുവപ്പ് നിറത്തില് കാരണമായിട്ടുള്ള വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ ആണ്. അങ്ങനെ ഒരു ചുവപ്പ് നിറം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആന്തോസയാനിൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമുക്ക് തൽക്കാലം നീലയിലേക്ക് വെറുതെ ഒന്ന് പോവാം. അപ്പോ ആ ആന്തോസയാനിൻ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ചുവപ്പ് വെച്ചങ്ങ് ഓർത്താൽ മതി. ചുവപ്പ് ഏതാണ്? ആന്തോസയാനിൻ ആണ് എന്നുള്ളത് അവിടെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകമാണ് ആന്തോസയാനിൻ. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഓറഞ്ചും മഞ്ഞയും കലർന്നിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഓറഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ മഞ്ഞയും കലർന്നിട്ടുള്ള കളറാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്നിട്ടുള്ള കളറാണ്. ആ കളറിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം അത് കരോട്ടിനാണ് എന്നുള്ളത് പറയാൻ കഴിയണം. ഓറഞ്ചും മഞ്ഞയും. ഓറഞ്ചും മഞ്ഞയും കലർന്നിട്ടുള്ളത് ഏതാണ്? കരോട്ടിനാണ്. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫില്, ചുവപ്പ് നിറത്തിന് കാരണം ആന്തോസയാനിന്, ഓറഞ്ചും മഞ്ഞയ്ക്കും കാരണം കരോട്ടിന്. അപ്പൊ ഇത് നിങ്ങൾ എന്താക്കുക, വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് എഴുതി വെച്ചാൽ മതി. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ചും മഞ്ഞയും കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. അത് മറക്കാതെ ഇരിക്കുക എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്ന പേരാണ് ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്നത് ഓർക്കിഡേറിയം എന്നാണ്. വാസസ്ഥലത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇപ്പൊ നമുക്ക് വാസസ്ഥലമില്ല, അപ്പൊ അതിനായിട്ട് വേറൊരു സസ്യത്തെ ആശ്രയിക്കുന്ന ആളുകളെ നമ്മൾ പറയും എപ്പിഫൈറ്റുകൾ എന്ന് പറയും.
എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് മരവാഴ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിന്റെ ഒരു ഉദാഹരണം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരവാഴയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയാണ് പരാത സസ്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വാസസ്ഥലത്തിന് മാത്രമായിട്ട് ഈ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്നാണ് പറയാ. ഈ ഒരു എപ്പിഫൈറ്റുകളിൽ തന്നെ ഇലകളും വേരുകളും ഇവയ്ക്കുണ്ടെങ്കിലും അവര് താമസിക്കുന്ന ഒരു സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ പരാത സസ്യങ്ങൾ എന്നാണ് പറയുക. ഇപ്പൊ ഈ ഒരു പരാത സസ്യങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അർദ്ധപരാത സസ്യങ്ങളും രണ്ട് പൂർണ്ണപരാത സസ്യങ്ങളുമാണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് അർദ്ധപരാതം, എന്താണ് പൂർണ്ണപരാതം എന്നാണ് നമ്മൾ നോക്കുന്നത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ലവണവും ജലവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയാം. അപ്പൊ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? ഇവര് ജലവും അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ലവണങ്ങളും ഏറ്റെടുക്കും, ലവണങ്ങളും വലിച്ചെടുക്കും. എന്നിട്ട് ഇവ എന്ത് ചെയ്യും? ഇലയുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അർദ്ധപരാതവും സ്വന്തമായും തമ്മിൽ നിങ്ങൾ ലിങ്ക് ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അർദ്ധപരാതമാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേരാണ് പൂർണ്ണപരാതങ്ങൾ എന്നുള്ളത്. ഈ പൂർണ്ണപരാത സസ്യങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടെ മടിയന്മാരായിട്ടുള്ള സസ്യങ്ങളാണ്. അവരെന്ത് ചെയ്യും? ലവണങ്ങളും അതേപോലെ ജലമൊന്നും വലിച്ചെടുത്ത് പ്രത്യേകമായിട്ട് ഈ ഒരു ആഹാരം ഉണ്ടാക്കാനൊന്നും നിൽക്കൂല. ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, അവൻ നന്നായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആഹാരം നേരെ പോയി എടുത്തു വന്ന് നമ്മൾ കഴിക്കുന്ന പോലത്തെ സസ്യങ്ങളെയാണ് നമ്മൾ പൂർണ്ണപരാത സസ്യങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പൂർണ്ണപരാതത്തിന് ഉദാഹരണമായിട്ടുള്ള ഒരു സസ്യമാണ് മൂടില്ലാത്താളി. അർദ്ധപരാത സസ്യത്തിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി. ആഹാരമായി നാം ഉപയോഗിക്കുന്ന ഒരു പൂവാണ് കോളിഫ്ലവർ. നമ്മളൊക്കെ കോളിഫ്ലവർ ഒരാഹാരമായിട്ട് കഴിക്കാറുണ്ട്. ലോകത്തിലെ വലിയ പുഷ്പം, ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലീഷ്യ. ലോകത്തിലെ വലിയ പുഷ്പം റഫ്ലീഷ്യ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ പറയുന്ന പേര് ശവോപജീവികൾ എന്നാണ്. ഈ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് അതിലുള്ള വിവിധങ്ങളായിട്ടുള്ള പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ ശവോപജീവികൾ, ശവം അങ്ങനെയുള്ള ഒരു ഇതിൽ കണ്ടാൽ മതി, ശവോപജീവികൾ എന്നാണ് പറയാ. റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം നമ്മുടെ ഈ ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വളരുന്ന പൂപ്പലുകൾ ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. അതുകൂടാതെ ചില ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ് നിയോട്ടിയ, കൂണ്, മോണോട്രോപ്പ തുടങ്ങിയവ. കൂണുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാല് പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ് കൂണുകൾ. കൂണും എന്താണ്? പൂപ്പൽ വിഭാഗത്തിൽ പെടുന്നവയാണ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ എന്നാണ്. ഈ ആരോഹികൾ എന്ന പറയുന്ന ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ദുർബല കാണ്ഡമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവ മറ്റൊരു ചെടിയിലേക്ക് പടർന്നു കയറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ എന്നാണ്. അപ്പൊ ഈ ഒരു ആരോഹികളായിട്ടുള്ള സസ്യങ്ങളില് സ്പ്രിങ് പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് പ്രധാനങ്ങൾ എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ എന്നാണ്. അപ്പൊ ചില ഇതേപോലെയുള്ള ആരോഹികളായിട്ടുള്ള സസ്യങ്ങള്
നമുക്ക് നിലത്ത് പടർന്നു വളരുന്നതായിട്ട് കാണാൻ കഴിയും. ഇത്തരത്തില് നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ നമ്മൾ ഇഴവള്ളികൾ എന്നാണ് വിളിക്കുക. നമ്മൾ ഇവിടെ കാണാറുള്ള മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറികളൊക്കെ ഈ ഒരു ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ് എന്നുള്ളതും അവിടെ മനസ്സിലാക്കുക. ഇനി ആരോഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആരോഹികൾക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് കുരുമുളക്. അതേപോലെ പാവല്, പടവലം തുടങ്ങിയവയ്ക്ക് ഇവയൊക്കെ എന്താണ് ഒരു നമ്മളിപ്പോ കവുങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മരങ്ങളിലൊക്കെ ഇതിങ്ങനെ പിടിപ്പിച്ച് മുകളിലേക്ക് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകളാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. നമ്മൾ ചില മരങ്ങൾക്കൊക്കെ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള വേരുകളെ നമ്മൾ താങ്ങുവേരുകൾ എന്നാണ് പറയാ. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. അപ്പൊ നമ്മുടെ കാണ്ഡമുണ്ട്, ഈ ഒരു കാണ്ഡത്തിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളെ നമ്മൾ എന്തു പറയുമെന്ന് ചോദിച്ചാല് അതിനെ നമ്മൾ പറയാ പൊയ്ക്കാൽ വേരുകൾ എന്നാണ്. പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യമാണ് ആറ്റുകൈത. പൊയ്ക്കാൽ വേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യം ഏതാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ അത് ആറ്റുകൈതയാണ്. താങ്ങുവേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ പേരാലാണ്. താങ്ങുവേരുകൾ കാണപ്പെടുന്ന സസ്യം പേരാൽ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. സംഭരിച്ചു വെക്കുന്നവ സംഭരണ വേരുകൾ, അത്രേ അവിടെ ഓർക്കാനുള്ളൂ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളെ നമ്മൾ സംഭരണ വേരുകൾ എന്ന് പറയുന്നു. ചില സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, കൂർക്ക, റാഡിഷ്, ശതാവരി, ബീട്രൂട്ട് തുടങ്ങിയവ. ഭൂഖണ്ഡങ്ങൾ കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചേമ്പ്, ചേന, ഇഞ്ചി, കൂവ, മഞ്ഞൾ തുടങ്ങിയ സസ്യങ്ങൾ പറയാൻ കഴിയും. അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ എന്നാണ്. നമ്മുടെ ശരീരത്തിലും ഈ ഒരു വാതക വിനിമയം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സസ്യങ്ങളിലും ഈ ഒരു വാതക വിനിമയം നടക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളെ നമ്മൾ ശ്വസന വേരുകൾ എന്നാണ് പറയുക എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി 48ാമത്തെ ചോദ്യം ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യമാണ്. ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യത്തിന് ഉദാഹരണം കണ്ടൽ ചെടി. നമ്മൾ കണ്ടൽ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടൽ ചെടി എന്ന് പറയുമ്പോൾ തന്നെ കുറെ ഇങ്ങനെ വേരുകളാണ് ഓർമ്മ വരിക. ഈ ഒരു ശ്വസന വേരുകൾ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യം കണ്ടൽ ചെടിയാണ് എന്ന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തിടുന്നതും കൂടെ അടുത്ത വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.